അഭിവന്ദ്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവേ, ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭയുടെ പ്രൊവിൻഷ്യൽ മൈക്കിൾ ഈരാളിയച്ച, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ആർച്ച് ഡീക്കനായിരിക്കുന്ന ആൻ്റണി നെല്ലിക്കുന്നേലച്ച, സെൻറ് തോമസ് ഫൊറോണ വികാരി തോമസ് പുത്തമ്പുരയിലച്ച, വന്ധ്യരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ തിരുപ്പട്ടമെന്ന വലിയ ദാനം സ്വീകരിക്കുന്ന ഡീക്കൻ ഡിബിൻ. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാടിക്കേട്ടു, മാലാഖമാരും സ്വർഗീയ ദൂതരുമെല്ലാം വണങ്ങുന്ന ആദരിക്കുന്ന പുരോഹിതൻ അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഗിഫ്റ്റ് ആൻഡ് ദ മിസ്റ്ററി, സമ്മാനവും രഹസ്യവും. അതിൽ മാർപ്പാപ്പ പറയുകയാണ്, എൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. നമുക്കറിയാം, മനുഷ്യരെല്ലാം ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. കുറവുകളുള്ളവരെ വിളിച്ച് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു എന്നാണ് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കുറവുകളുള്ളവരെ വിളിച്ച് പൗരോഹിത്യമാകുന്ന വലിയ ഒരു ദാനം നൽകുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ വിളിയുമാണ് പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് പൗരോഹിത്യം. രണ്ടാമത് മാർപ്പാപ്പ പറഞ്ഞു, പൗരോഹിത്യത്തിൽ ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്നും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? ഒരു മനുഷ്യനായ നിങ്ങളുടെ വികാരിയച്ഛൻ അപ്പവും വീഞ്ഞും ആശീർവദിക്കുന്നു, പക്ഷെ അത് ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നു. അതൊരു ദൈവിക രഹസ്യമാണ്. കുമ്പസാരിക്കാനായിട്ട് നമ്മൾ കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ മുട്ടുകുത്തി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ നമ്മളെ ആശീർവദിച്ച് പാപമോചനം നൽകി വിടുകയാണ്. നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ അവിടെ ഒരു ദൈവിക രഹസ്യമാകുന്ന പാപമോചനം സംഭവിക്കുന്നുണ്ട്. മാമോദീസായിലും അതെല്ലാം ഉപരി നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയാണ്. കാരണം ആ അച്ഛനിൽ ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതിനാൽ ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയ സമ്മാനമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അതിനാൽ ഇന്ന് ഡിബിൻ സ്വീകരിക്കാൻ പോകുന്ന ഈ തിരുപ്പട്ടം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദൈവിക രഹസ്യങ്ങളടങ്ങിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഡിബിൻ്റെ കുടുംബം, ഡിബിൻ്റെ ചാച്ചനായിരിക്കുന്ന ഡാമിയൻ ചേട്ടനും അതുപോലെ ബിന്ദു ചേച്ചിയും വളരെ കത്തോലിക്ക വിശ്വാസത്തിലാണ് ഡിബിൻ വളർത്തിയത്. ചെറുപ്പം മുതൽ അച്ഛനാകാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ഡിബിൻ എന്നോട് പറഞ്ഞത്. അതുപോലെ ഡിബിൻ്റെ അങ്കിൾ ആൻ്റണി നെല്ലിക്കുന്നേലച്ഛൻ ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു വൈദികനാണ്. അച്ഛൻ കഴിഞ്ഞ ടൈമിൽ ഞങ്ങളുടെ വൈസ് പ്രൊവിൻഷ്യൽ വികാർ പ്രൊവിൻഷ്യൽ ആയിരുന്നു. ഞങ്ങളുടെ മേജർ സെമിനാരി റെക്ടറായും നോയിസ് മാസ്റ്ററായും പ്രീ നോയിസ് മാസ്റ്ററായിട്ടെല്ലാം സുത്യർഹമായ സേവനങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷം അച്ഛൻ അയർലൻഡിലുമായിരുന്നു, ഇപ്പോൾ അമേരിക്കയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ജീവിതവും എല്ലാം കണ്ടിട്ടാണ് ഡിബിൻ സെമിനാരിയിലേക്ക് വന്നത്. ഞാനിപ്പോൾ മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ, ഡിബിൻ പോയപ്പോൾ സങ്കടമായിരുന്നോ അതോ സന്തോഷമായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? സന്തോഷമായിരുന്നു എന്ന് പറയുന്നത്. പൊതുവെ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒക്കെയുള്ള സമയത്ത് മക്കളെ അച്ഛനാകാൻ വിടുമ്പോൾ മാതാപിതാക്കൾക്കുള്ള മെയിൻ സങ്കടം വീട്ടിലുള്ള ഒരു ആള് നഷ്ടമായി പോവാണ്, അച്ഛനാവാൻ പോവാണല്ലോ. പക്ഷെ ഇപ്പോൾ ആ സങ്കടം കുറച്ച് മാറി. കാരണം എന്താണ്? അച്ഛനായാലും ഇല്ലെങ്കിലും മക്കൾ വീട്ടിലുണ്ടാകുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞു. അതുകൊണ്ട് ആ സങ്കടം മാറി. പക്ഷെ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്താണ്? പലരും മാതാപിതാക്കൾ തന്നെ മക്കളെ തടയും. സഭയിലാകെ പ്രശ്നമാണ്, അച്ഛന്മാര് ഒന്നും ശരിയല്ല, സിസ്റ്റേഴ്സ് ഒന്നും ശരിയല്ല, നീ പോകണ്ടടാ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ തടയും. അല്ലെങ്കിൽ
ചിലപ്പോൾ പറയും നിന്റെ ഭാവി നീ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കുടിയേറി അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടക്കാനുള്ളവനാണ്, നീ അച്ഛനാകാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവര് മൂത്ത മകനെ ദൈവത്തിനായിട്ട് കൊടുത്തു. ഒരച്ഛനെ ദൈവത്തിന് നൽകുമ്പോൾ മാതാപിതാക്കൾക്ക് എന്താണ് കിട്ടുക? ചിലപ്പോൾ ചിന്തിക്കും ആ മകൻ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു, പ്രത്യേകിച്ച് പൈസയോ വേറൊന്നും കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഒരച്ഛൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന വലിയൊരു സമ്മാനം എന്താണ്, അല്ലെങ്കിൽ അനുഗ്രഹം എന്താണെന്ന് കാണിക്കുന്ന ഒരു ചടങ്ങ് വിദേശങ്ങളിലുള്ള ചില രൂപതകളിലുണ്ട്. അവിടെ പട്ടം ഒരു ദിവസമാണെങ്കിൽ പുത്തൻ കുർബാന പിറ്റേ ദിവസമാണ്. അപ്പോൾ ആ കുർബാനയുടെ സമയത്ത് പുത്തനച്ഛൻ തൻ്റെ മാതാപിതാക്കൾക്ക്, തൻ്റെ അമ്മയ്ക്കും അപ്പനും ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കും. എന്താണ് ആ സമ്മാനങ്ങൾ? അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനം ഇതാണ്. അവിടെ തിരുപ്പട്ട സ്വീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇരു കരങ്ങളിലും മെത്രാൻ തൈലം പൂശി ആശീർവദിക്കുക എന്നുള്ളത്. നമുക്ക് അങ്ങനെയില്ല. നമ്മൾ ഇരു കരങ്ങളിലും മെത്രാനച്ഛൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അവിടെ കരങ്ങളിൽ പടരുന്ന ഈ സൈത്ത് അത് ഒരു വെളുത്ത തുണി കൊണ്ട് ഒപ്പിയെടുക്കും. ഈ തുണി പിറ്റേ ദിവസം ഈ നവവൈദികൻ തൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടതാണ് ഈ കരങ്ങൾ. ആദ്യമായി ഈ കുഞ്ഞു കരങ്ങളിൽ സ്പർശിച്ചത് അമ്മയാണ്. ഇന്ന് ആ കരങ്ങൾ ഈശോയെ നൽകാൻ തക്ക വിധം ശ്രേഷ്ഠമായ കരങ്ങളായി ദൈവം ഉയർത്തി. അപ്പോൾ ആ കരങ്ങളിൽ പടർന്ന ആ സൈത്തിന്റെ അംശം, അത് പറ്റിപ്പടർന്ന ആ തുണി അമ്മയ്ക്കുള്ളതാണ്. എന്നിട്ട് അമ്മമാരെന്ത് ചെയ്യും? അമ്മമാര് ആ തുണി സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് അച്ഛൻ്റെ അമ്മ മരിച്ചു കഴിയുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ആ തുണി വെക്കും. എന്തിനാണ് പറയുന്നത്? എങ്ങനെയാണ്? അമ്മ മരിച്ചു കഴിഞ്ഞ് അമ്മ ദൈവത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ദൈവം ചോദിക്കും, നിനക്ക് ഞാൻ ദാനമായി നൽകിയ ഈ ജീവിതം കൊണ്ട് നീ എന്തു ചെയ്തു? അപ്പോൾ ഈ തുണി ഉയർത്തിക്കാട്ടിയിട്ട് അമ്മ പറയും, ഞാൻ എൻ്റെ മകനെ അച്ഛനാക്കി. അപ്പോൾ അപ്പന്മാർക്ക് എന്തെങ്കിലും സമ്മാനമുണ്ടോ? അപ്പന്മാർക്കും കൊടുക്കും ഒരു സമ്മാനം. അതെന്താണ്? പട്ടം കഴിഞ്ഞ് അന്ന് തന്നെ സായാഹ്നത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ ആദ്യമായി ഈ നവവൈദികൻ കുമ്പസാരം കേൾക്കും. ആദ്യമായിട്ട് കുമ്പസാരിപ്പിക്കും. അപ്പം നിങ്ങൾക്കറിയാം, അച്ഛന്മാർ കുമ്പസാരിപ്പിക്കുമ്പോൾ ഒരു ഊറാറ ധരിക്കും. ഒരു പുത്തൻ പർപ്പിൾ നിറത്തിലുള്ള ഒരു ഊറാറ ധരിക്കും. പിറ്റേ ദിവസം പുത്തൻ കുർബാനയുടെ സമയത്ത് സ്വന്തം പിതാവിന് താൻ ആദ്യമായി കുമ്പസാരം കേട്ടപ്പോൾ ഉപയോഗിച്ച ഈ ഊറാറ ഈ അച്ഛൻ സമ്മാനമായിട്ട് കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ അച്ഛൻ പറയുകയാണ്, ഞാൻ നീതിയും കാരുണ്യവും പഠിച്ചത് അപ്പൻ്റെ അടുത്ത് നിന്നാണ്. എൻ്റെ ശുശ്രൂഷയിൽ ഉടനീളമുണ്ടാകേണ്ട നീതിയും കാരുണ്യവും എനിക്ക് ആദ്യം പകർന്നു നൽകിയത് എൻ്റെ അപ്പനാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഊറാറ കൊടുക്കുന്നത്. എന്നിട്ട് ഈ അപ്പനും ഈ ഊറാറ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ അമ്മയെപ്പോലെ തന്നെ ഈ ഊറാറ കരങ്ങളിൽ പിടിച്ചിട്ടാണ് അപ്പൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അപ്പനും പറയും, എൻ്റെ മകൻ ഒരു അച്ഛനായിരുന്നു എന്ന്. പ്രിയപ്പെട്ട ഒരു വളരെ മീനിങ് ആയിട്ടുള്ള ഒരു ആചാരമാണത്. അപ്പോൾ നിങ്ങളുടെ മകനെ, ഡിബിനെ ദൈവത്തിനായിട്ട് കൊടുത്തപ്പോൾ നിത്യതയിലേക്ക് നിങ്ങളൊരു നിക്ഷേപം കൂട്ടിവെക്കുകയായിരുന്നു എന്ന് ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നഷ്ടമല്ല, മറിച്ച് സ്വർഗത്തിലേക്കായിട്ടുള്ള നിക്ഷേപമാണ് ഓരോ പുരോഹിതനും. അതിനാൽ ഓരോ പുരോഹിതന്റെ മാതാപിതാക്കളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി മാതാപിതാക്കളെയോ കുടുംബക്കാരെയോ മാത്രമല്ല, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ടാണ് ഒരു അച്ഛൻ്റെ വിളി എന്ന് പറയുന്നത്. വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി പുണ്യവാളനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന സംഭവമുണ്ട്. ആർസിലേക്ക് പോകുമ്പോൾ വഴി അറിയാതെ ഒരു ബാലനോടാണ് വഴി ചോദിക്കുന്നത്. എങ്ങനെയാണ് ആർസിലേക്ക് പോവുക? അപ്പോൾ ആ ബാലൻ പറയും, വഴി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സമ്മാനമാണ്, എനിക്ക് എന്ത് പ്രതിഫലമാണ് തരിക? അപ്പോൾ വിയാനി പുണ്യവാളൻ പറയും, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും. ഒരച്ഛൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
ദൈവത്തിന്റെ ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിനാലാണ് ഈശോ പത്രോസ്ലീഹായോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. നീ സ്വർഗത്തിൽ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിക്കപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അതിനാൽ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിന്റെ ജനത്തെ നയിക്കേണ്ടവനാണ് ഓരോ പുരോഹിതനും. നമുക്കെല്ലാം അറിയാം, സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരച്ഛനില്ലെങ്കിൽ ശരിക്കും നമ്മുടെ ആത്മാക്കൾക്ക് രക്ഷയില്ല എന്നുള്ളതാണ്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായ കുർബാന നൽകാനായിട്ട് ഒരച്ഛനില്ലെങ്കിൽ, പാപം മോചിക്കാനായിട്ട് ഒരച്ഛനില്ലെങ്കിൽ, മാമോദീസായിലൂടെ കുഞ്ഞുങ്ങൾക്ക് സഭയിൽ ജന്മം നൽകാനായിട്ട് ഒരു പുരോഹിതനില്ലെങ്കിൽ, വചനം പങ്കുവെച്ച് നൽകാനായിട്ട് ഒരു പുരോഹിതനില്ലെങ്കിൽ, സഭയിൽ രക്ഷ എന്നുള്ളത് വളരെ അകലത്തായിട്ട് മാറും. അതിനാൽ ദൈവത്തിന്റെ ജനത്തെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ളവനാണ് പുരോഹിതൻ. നിത്യപുരോഹിതനായ ഈശോയുടെ കരം പിടിച്ച് ദൈവജനത്തെ നിത്യതയിലേക്ക് നയിക്കുന്ന പുരോഹിതനായി ഡിബിന്റെ ജീവിതം മാറട്ടെ. ഇനി ഒരച്ഛൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ ഒരുപാട് അച്ഛന്മാരായിട്ട് ഇടപഴകുന്നവരാണല്ലോ. ഒരു അച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നത്? അമേരിക്കക്കാരനായ മോൺസിഞ്ഞോർ സ്റ്റീഫൻ റൊസേറ്റി, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റുമാണ്, അതുപോലെ ഒരു എക്സോർസിസ്റ്റാണ്, മോൺസിഞ്ഞോറാണ്. 2011 അദ്ദേഹം ഒരു പഠനം നടത്തി. ഒരു 3000 അച്ഛന്മാരുടെ ജീവിതത്തിൽ അവരെ പോയി കണ്ട് സംസാരിച്ച് അവർ സന്തോഷമുള്ളവരാണോ എന്ന് അച്ഛൻ ചോദിച്ചറിഞ്ഞു. ഈ മോൺസിഞ്ഞോർ ചോദിച്ചറിഞ്ഞു. അത് അദ്ദേഹം ഒരു പുസ്തകമായിട്ട് എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് വൈ പ്രീസ്റ്റ് ആർ ഹാപ്പി. അതിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അച്ഛന്മാര് അവരുടെ ജീവിതത്തിൽ സന്തോഷവാന്മാരാണോ? 3 ഘടകങ്ങളുണ്ട്. 3 കാര്യങ്ങളുള്ള അച്ഛന്മാരാണ് സന്തോഷവാന്മാരായിരിക്കുന്നത്. ആരാണത്? 1, നല്ല പ്രാർത്ഥനയുള്ളവർ, ദൈവവുമായിട്ട് ബന്ധമുള്ളവർ. 2, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയിൽ സംതൃപ്തിയുള്ളവർ. ഇടവകയാണെങ്കിൽ ആ ദൈവജനത്തെ സ്നേഹിച്ച് അതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർ, അല്ലെങ്കിൽ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത് അതിൽ സംതൃപ്തിയുള്ളവർ. 3, നല്ല ഉറ്റ സുഹൃത്തുക്കളുള്ളവർ. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പുരോഹിതരാണ് ദീർഘകാലം സംതൃപ്തിയിൽ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ, അതാണ് നല്ലിടയനായ ഈശോയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഈശോ എന്താണ് പറയുന്നത്? ഞാൻ പിതാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുപോലെ എനിക്ക് എൻ്റെ അജഗണങ്ങളോട് ആഴമായ സ്നേഹമാണ്. പ്രിയപ്പെട്ട ഡിബിൻ, നിന്റെ ജീവിതത്തിലും നല്ലിടയനായ ഈശോയുടെ മാതൃക ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ആഴമായ പ്രാർത്ഥനാ ജീവിതവും ദൈവജനത്തെ സ്നേഹിക്കുന്ന ആഴമായ ഒരു പാസ്റ്ററൽ ചാരിറ്റിയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല ഇടയന്മാരെ തേടി ഡിബിൻ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വലിയ വേറെ ആരോടും ചോദിച്ചറിയേണ്ട കാര്യങ്ങളില്ല. കാരണം ഈ ഇടുക്കിയിൽ വളർന്ന ഡിബിൻ കണ്ടു വളർന്നിട്ടുള്ള ഒരുപാട് നല്ല ഇടയന്മാരായിട്ടുള്ള പുരോഹിതരുണ്ട്. അതിരാവിലെ പള്ളിയിൽ പ്രാർത്ഥിച്ച് അതിനുശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് കർഷകരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിന്ന്, നമ്മളുടെ നാട്ടിലെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായി അക്ഷീണം പരിശ്രമിച്ച്, നമ്മളുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പാലങ്ങളായി നിലകൊണ്ട്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ അസ്വസ്ഥതകളോ അസമാധാനങ്ങളോ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം മധ്യവർത്തികളായി നിലകൊണ്ട ഒരുപാട് അച്ഛന്മാരെ കണ്ടാണ് ഡിബിൻ വളർന്നത്. അതിനാൽ ആ അച്ഛന്മാരുടെ മാതൃക നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുന്നതിന് ഡിബിൻ്റെ മുമ്പിൽ വലിയ ഒരു മാർഗദീപമായിരിക്കട്ടെ. ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനാൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു അച്ഛൻ ഉണ്ടാകേണ്ട, ദൈവത്തോട് ചേർന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ആത്മാക്കളെ രക്ഷിക്കാനായിട്ടുള്ള ആഗ്രഹം. മെയ് 12 മിനിഞ്ഞാന്ന് നമുക്കധികം കേട്ടുപരിചയമില്ലാത്ത ഒരു വിശുദ്ധൻ്റെ തിരുനാളായിരുന്നു.
കപ്പൂച്ചിൻ സഭാംഗമായിരുന്ന ലെയോപാൾഡ് മാൻഡിച്ച് എന്നു പേരുള്ള ഒരു വിശുദ്ധൻ്റെ തിരുനാളായിരുന്നു. അദ്ദേഹം പാതുവായിൽ ഏകദേശം 40 വർഷക്കാലം 10 മണിക്കൂറെങ്കിലും കുമ്പസാരിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് മരിച്ച ഒരു വളരെ സാധാരണക്കാരനായ ഒരു വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് വളരെ ശാന്തതയോടെ എളിമയോടെയാണ് കുമ്പസാരം കേട്ടത്. വലിയ പ്രായശ്ചിത്തങ്ങളൊന്നും കൊടുക്കില്ല, ചെറിയ പ്രായശ്ചിത്തങ്ങൾ. പക്ഷേ രാത്രികളിൽ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം പ്രായശ്ചിത്തങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തിരുന്ന ഒരു വൈദികനായിരുന്നു. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ വാതരോഗം പിടിപെട്ടു. അപ്പോൾ കുമ്പസാരത്തിനായിട്ടൊരു മുറിയാണ്. ആ മുറിയിൽ അത്യാവശ്യം കാലൊക്കെ നീട്ടിവെക്കാവുന്ന നല്ലൊരു കസേരയിൽ ഇരുന്നാണ് കുമ്പസാരിപ്പിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു കുമ്പസാരക്കൂടുണ്ട്, അതിൽ മുട്ടുകുത്തി ആളുകൾ കുമ്പസാരിക്കും. ഒരു ദിവസം വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരാൾ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ വിശുദ്ധൻ ചെന്ന് ഈ അച്ഛനെ അകത്തേക്ക് ക്ഷണിച്ചു, ഈ മനുഷ്യനെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇയാൾ ആ ഒരു വെപ്രാളത്തിൽ കുറേ നാളൊക്കെ ആയിട്ട് കുമ്പസാരിക്കാത്തതുകൊണ്ട് ഇയാളൊരു കാര്യം ചെയ്തു. നേരെ പോയി അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ കയറി അങ്ങോട്ട് ഇരുന്നു. കുമ്പസാരിക്കാൻ വന്നതാണ്. നേരെ പോയി അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ പോയി അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഇത് കണ്ട ഈ വിശുദ്ധൻ ഒന്നും പറയാതെ ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി, എന്നിട്ട് ചെവി കുമ്പസാരക്കൂട്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, കുമ്പസാരിച്ചോളം പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തനിക്കൊരു പാളിച്ച പറ്റി, അച്ഛനായിരുന്നു ഇവിടെ ഇരിക്കേണ്ടത്, ഞാൻ മുട്ടുകുത്തേണ്ട ആളായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ എഴുന്നേക്കാൻ നോക്കി. അപ്പോൾ ഈ വിശുദ്ധൻ പറഞ്ഞു, എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോ. അങ്ങനെ അയാൾ കസേരയിൽ ഇരുന്നും ഈ ശരീരത്തിൽ വേദനകളുള്ള ഈ വിശുദ്ധൻ മുട്ടുകുത്തിയും കുമ്പസാരം കേട്ടു. ഇത് കണ്ട് വേറെ അച്ഛന്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവര് വന്ന് ഈ വിശുദ്ധനോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളെ എഴുന്നേൽപ്പിച്ച് മുട്ടുകുത്തുകയും അച്ഛൻ ഇരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അതാണല്ലോ കുമ്പസാരത്തിന്റെ രീതി. അപ്പോൾ ഈ വിശുദ്ധൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, വിശുദ്ധ ലെയോപാൾഡ് മാൻഡിച്ച്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: കുമ്പസാരക്കൂട്ടിൽ പാപിക്കാണ് മുൻഗണന, അവിടെ ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്. കുമ്പസാരക്കൂട്ടിൽ പാപിയാണ് പ്രധാനപ്പെട്ടവൻ, ഞാനൊരു ഉപകരണം മാത്രമാണ്. അവിടെ മുട്ടുകുത്തി നിന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ആത്മാക്കളെ നേടാനായിട്ടുള്ള ഒരു ദാഹം ഉണ്ടാകുമ്പോഴാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ സന്തോഷമുണ്ടാവുക എന്ന് ഏറെ സ്നേഹത്തോടു കൂടി ഡിവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മളെല്ലാം തിരിച്ചറിയണം, ഏത് നാട്ടിലാണോ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നത് ആ നാട്ടിൽ ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ഒരച്ഛനെയും ദൈവമായി കാണണമെന്നൊന്നുമല്ല, പക്ഷെ പൗരോഹിത്യത്തെ നമ്മൾ സ്നേഹിക്കണം. കാരണം പൗരോഹിത്യത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ കൃപകൾ മനുഷ്യരിലേക്ക് ചൊരിയപ്പെടുന്നത്. ഇന്നേ ദിവസം തിരുപ്പട്ട അല്പസമയം കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു നവവൈദികനായ അഭിഷേകം ചെയ്തതിനു ശേഷം ഡിബിൻ ചെമ്മാച്ചൻ അർപ്പിക്കാൻ പോകുന്ന തൻ്റെ പ്രഥമ ബലിയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ സമ്മാനമായിട്ട് കിട്ടുന്നത് ഈശോയാണ്. അതുപോലെ തന്നെ ഒരു വൈദികന്റെ പ്രഥമ ദീപബലിയിൽ പങ്കെടുത്ത് കരം ചുംബിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദണ്ഡവിമോചന സഭ നൽകുന്നുണ്ട്. അത് ഒരു സൂചനയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിത്തരാനായിട്ട് ഒരു വൈദികൻ ജനിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് വൈദികരെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. ഡിബിനച്ചൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് നേരുന്നു. നിത്യപുരോഹിതനായ ഈശോ, ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. സ്വർഗാരോഹിതനായ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.